Greenlives coaching and training solution. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല റിസൾട്ട്. അത് വെറുതെ പറയാണ്. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല റിസൾട്ട്. എഫേർട്ട് ഇടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബംഗാളികളല്ല ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് കേരളത്തിൽ. ഇവിടെ ഓൾക്ക് എന്താ റിസൾട്ട് ഇല്ലാത്ത? അങ്ങനെയാണെങ്കിൽ ഓൾക്കല്ല ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവേണ്ടത്. എഫേർട്ടിന്റെ അത് നമ്മൾ തെറ്റിദ്ധരിച്ചാണ്. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല ശരിക്കും റിസൾട്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് പ്ലാൻഡ് ആക്ഷൻ ആണ്. പ്ലാൻഡ് ആക്ഷൻ ആണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഉണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാന്നറിയില്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 3 കഴുതകൾ ഇങ്ങനെ വരികയാണ്. ഒന്നാമത്തെ കഴുത എങ്ങനെ എന്താണ് ആ ഇതുണ്ടല്ലോ ഒരു വടി ഉണ്ടാവും ഒരു പോവാതെക്കാൻ വേണ്ടിയിട്ട് അയാൾ വേലി കെട്ടിയതാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് എന്താണ് ചാടി ഇതാകാണ്. സിമ്പിൾ സംഭവമാണ്, സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്ന് വന്ന് അത് ഇതേപോലെ എന്താണ് ആദ്യം കയറുമ്പോൾ മുട്ട് കുത്തും, പിന്നെ അത് ഒന്നും കൂടി ചാടിയുണ്ടൊക്കെ അത് ചാടി കയറി പോകും. മൂന്നാമത്തെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ അത് തൽക്കാലം ഇങ്ങനെ ചാരി വെച്ചതേക്കാരം കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വേണം എന്ത് ചെയ്യുക അതിൻ്റെ പല്ലുകൊണ്ട് എടുത്തുകൊണ്ട് പുറത്ത് കണ്ടിട്ട് നടന്നു പോകും. ധാര ചെയ്താണ്. അത് സ്മാർട്ട് വർക്കാണ്. അത് സ്മാർട്ട് വർക്കാണ്. മറ്റേത് ഹാർഡ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് കഷ്ടപ്പെട്ട് മുക്കാം. അപ്പോൾ എന്നോട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പറഞ്ഞാണ് എന്താ സ്മാർട്ട് വർക്കിന് എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മൾ കപ്പി ഉപയോഗിച്ചിട്ട് വെള്ളം മുക്കണം എന്താണ് സ്മാർട്ട് വർക്കാണ്. അത് ഇങ്ങനെ തന്നെ മുക്കണം നിർബന്ധമുണ്ടോ? മോട്ടർ അടിച്ചിട്ട് അടിച്ചാലും മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചൂടെ? അത് സ്മാർട്ട് വർക്കാണ്. കറണ്ട് അല്ല, കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്റർ വെക്കണം. വഴി ഉണ്ടല്ലോ, ടെക്നോളജി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നമുക്ക് വെള്ളം ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ മുക്കിയെടുക്കണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? അത് ഹാർഡ് വർക്കാണ്. എന്നാൽ കപ്പി ഇടുന്നത് എന്താണ്? കപ്പി കൊണ്ടുള്ളത് എന്താണ്? സ്മാർട്ട് വർക്കാണ്. അതിൻ്റെ കാര്യം അപ്പുറത്ത് കാണുന്നത് മോട്ടർ വെച്ച് വെള്ളം അടിക്കുന്നത് എന്താണ്? അത് കൂടുതൽ സ്മാർട്ട് വർക്കാണ്. വെള്ളം മുകളിലേക്ക് എത്തുന്നുള്ളതാണ് ഉദ്ദേശം. റിസൾട്ടാണ് ഇത്. നമ്മൾ ഇങ്ങനെ മുക്കണമെങ്കിൽ എത്ര സമയം എടുക്കണം? മോട്ടർ വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. നിങ്ങൾ മുക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ മുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ റിസൾട്ടാണ് ഇപ്പോൾ ടാങ്കിൽ വെള്ളം കയറിയാൽ മതി. മാർക്കറ്റിംഗിൽ നിങ്ങൾ സെയിൽസിൽ ഞാൻ പറയാം, സെയിൽസ് ട്രെയിനിങ് എടുക്കുന്നതാണ്. സെയിൽസിൽ നിങ്ങൾ 100 ആളെ പോയി കണ്ട് നിങ്ങൾ ഇക്വേഷൻ സെയിൽസിൽ 100 ആളെ കണ്ടപ്പോൾ നിങ്ങൾ 10 ആളെ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അത് എഫേർട്ടാണ്. നിങ്ങൾ കുറേ ആളുകൾ പോയി കാണുന്നുണ്ട്, വെറുതെ പോയി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നമ്പേഴ്സ് കൂടുമ്പോൾ 10 കിട്ടും. അതാണ് മാർക്കറ്റിന്റെ സാധാരണ പറയുന്ന സ്ട്രാറ്റജി. അത് വിഡിത്താണ്. ഞാൻ 10 ആളെ കാണുള്ളൂ, 10 ആളെയും ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്മാർട്ട് വർക്കാണ്. പക്ഷെ ഞാൻ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഞാൻ സസ്പെക്ടിങ്ങും പ്രോസ്പെക്ടിങ്ങും ഞാൻ സ്പാങ്കോ പ്രോസസ് ചെയ്തിട്ടേ കളിക്കുള്ളൂ. മനസ്സിലായോ? സസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടുവ മാനിനെ പിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒന്ന് പതുങ്ങി നിൽക്കും. എത്ര സമയം പതുങ്ങി നിൽക്കും? കുറ്റിക്കാടിൽ പതുങ്ങി നിൽക്കും. എത്ര സമയം പതുങ്ങി നിൽക്കും? മേ ബി 5 to 10 minutes. 5 മുതൽ 10 മിനിറ്റ് വരെ കടുവ പതുങ്ങി നിൽക്കും. എന്തിന്? ഇവനെ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യണം, ആരെ പിടിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും മുമ്പ് കൂടെ ഒന്ന് പോകാൻ പിടിക്കില്ല. ഓണത്തിന് ടാർഗറ്റ് ചെയ്യുള്ളൂ. അത് സസ്പെക്ടിങ് ആണ്, മെന്റൽ കാൽക്കുലേഷൻ. സെയിൽസിൽ മെന്റൽ കാൽക്കുലേഷൻ വേണം. ഒരു ക്ലയന്റിനെ പോയി കാണുന്നതിന് മുമ്പ് നമ്മൾ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യണം. റേഞ്ച് എന്താണ്, അവൻ്റെ ലെവൽ എന്താണ്, അവൻ്റെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണ്. അത് ഫേസ്ബുക്കിൽ പോയാൽ ചിലപ്പോൾ കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ കിട്ടും, ലിങ്ക്ഡിനിൽ പോയാൽ കിട്ടും. ഞാൻ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അയാളുടെ റിലേഷൻ നമുക്ക് റെഫറൻസ് എന്നാണ് അവിടെ വിളിച്ച് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഇസ്മായിൽ സാർ ഒരു ഡീലിംഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇസ്മായിൽ സാറെ ഫുള്ള് പഠിച്ചിട്ട് വേണം പോവാൻ. അതാണ് മെന്റൽ കാൽക്കുലേഷൻ. മനസ്സുകൊണ്ട് കണക്ക് കൂട്ടണം. വെറുതെ പോയി കണ്ട് ഡോർ അടിച്ചു, റിജക്ട് ചെയ്തു, നമ്മൾ വേറെ അടുത്ത് പോകുന്നു, ഓണും ഡോർ അടിച്ചു, അങ്ങനെ പോയി കണ്ട് ക്ലോസ് ചെയ്യലല്ല സെയിൽസ്. അത് ഹാർഡ് വർക്കാണ്. അളന്ന് കുറിച്ചിട്ട് പോകണം. അടുത്ത എന്താണ്? പ്രോസ്പെക്ടിങ്. സസ്പെക്ടിങ് എന്ന പ്രോസ്പെക്ടിങ് ആണ്. പ്രോസ്പെക്ടിങ് പറഞ്ഞാൽ എന്താ? മണി, അതോറിറ്റി, നീഡ്. മാൻ ഉണ്ടോ നോക്കും. മാൻ പറഞ്ഞാൽ എന്താ? മണി, അതോറിറ്റി, നീഡ്. ഇവൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ, അധികാരമുണ്ടോ, ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഓൻ്റെ പ്രോസ്പെക്റ്റ് അല്ല. ഹീസ് നോട്ട് മൈ പ്രോസ്പെക്റ്റ്. ഇത് 3 ഇല്ലെങ്കിൽ ഞാൻ ഇയാളുടെ അടുത്ത് വള്ളം പോയിട്ട് എന്ത് കാര്യമുള്ളത്? ഇയാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസ്മായിൽ സാറിന് ട്രെയിനിങ് വേണോ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇയാളെ കമ്പനിയിലെ മാനേജർ പോയി കണ്ട്, ഫോർ എക്സാമ്പിൾ അനക്സിമിൽ ട്രെയിനിങ് വേണം. അപ്പോൾ ഞാൻ റിഷാദിനെ പോയി കാണാണ്. റിഷാദ് ഈസ് ജനറൽ മാനേജർ. റിഷാദിന്റെ കമ്പനിക്ക് ആവശ്യമുണ്ട്, നീഡുണ്ട്. പക്ഷെ റിഷാദിന് എന്തില്ല? അധികാരം എടുക്കാനുള്ള എന്തില്ല? ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ഇല്ല. അപ്പം ഞാൻ ആരെ കാണണ്ട്? എൻ്റെ ടൈം വെറുതെ റിഷാദിൻ്റെ അടുത്ത് വേസ്റ്റ് ആക്കാണ്ട് എനിക്ക് അനസിനെ പോയിട്ട് നേരിട്ട് കണ്ടാൽ പോരെ? അതോറിറ്റിയിൽ ആളെ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോഴേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി അനസ് അല്ല തീരുമാനിക്കുന്നത്, അനസിന്റെ വൈഫാണെങ്കിലോ വൈഫിനെ ക്ലോസ് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽസ് ക്ലോസ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കണം നമ്മൾ പ്രോസ്പെക്റ്റിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ. എന്താ 3 കാര്യങ്ങൾ? മാൻ, വാട്ട് ഈസ് മാൻ? ക്യാഷ് ഉണ്ടോ, അതോറിറ്റി ഉണ്ടോ, നീഡ് ഉണ്ടോ? ഇത് 3 ഇല്ലെങ്കിൽ അയാൾ നമ്മൾ പ്രോസ്പെക്റ്റ് അല്ല. ആണോ? നിങ്ങൾ പ്രോസ്പെക്റ്റ് ആകുമോ? ഇല്ല. അപ്പം നമ്മൾ അയാളെ കൊടുത്ത് പോയി വെറുതെ വെള്ളം കോരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ടൈം വേസ്റ്റ് അല്ലേ? ഇല്ല. അപ്പം അത് നോക്കണം. അതാണ് രണ്ടാമത്തെ സെയിൽസിൽ. സസ്പെക്റ്റിംഗ് ചെയ്യണം, പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം, പിന്നെ അപ്രോച്ച് ചെയ്യണം. അതിൽ കുറേ സ്റ്റെപ്പുകളുണ്ട്. നീഡ്, ആവശ്യം. ഇത് 3 ഇല്ലാത്ത ആളെ നമ്മൾ വെറുതെ പോയിട്ട് എന്താണ് നമ്മൾ സമയം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ഇത് 3 ഉള്ള ആളെ പോയി കാണണം. സ്പാങ്കോ എന്നാ പറയണേ, സ്പാങ്കോ. അതിപ്പോൾ ഡിസ്കസ് ചെയ്യണോ? അത് സെയിൽസ് ആണ്. സ്പാങ്കോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/Mujeebgreenlives, or you can WhatsApp to 9995142164.